യോ ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ കാച്ചി ക്യാമറ. പുതിയൊരു വീഡിയോക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ ഗൈസ്, ആദ്യമായിട്ടാണ് ഞാൻ നമ്മുടെ ചാനലിൽ നിന്ന് എൻ്റെ ഫേസ് കാണിച്ചൊരു വീഡിയോ ഇടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 1.5K സബ്സ്ക്രൈബേഴ്സായി. 1K സബ്സ്ക്രൈബേഴ്സായി തൊട്ട് ആൾക്കാർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്, ഫേസ് കാണിച്ച് വീഡിയോ ഇട്ട് എന്താ ജാടയാണോ എന്നൊക്കെ. ജാടയൊന്നുമല്ല, കാരണം ഞാൻ 10ലാണ് പഠിക്കണേ. എൻ്റെ പേര് ആദിത്യ എന്നാണ്, തൃശ്ശൂരാണ് എൻ്റെ വീട്. അപ്പോൾ 10ൽ പഠിക്കണം, അതുകൊണ്ട് ഇപ്പോൾ SSLC ഒക്കെ വരാൻ പോവുക, അതുകൊണ്ട് പഠിക്കണം. പിന്നെ കാലത്തോട്ട് വൈകുന്നേരം വരെ ക്ലാസ്സാണ്, അതിൻ്റെ ഇടയിൽ പഠിപ്പും ട്യൂഷനും. അതുകൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ അത്രയ്ക്ക് സമയമൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ വലിയ കുഴപ്പമില്ല, എന്നാലും പഠിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഫേസ് കാണിച്ചൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ചെറിയ വലിയ തെറ്റൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ എടുക്കാൻ പോണ ഫോട്ടോ എന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടൊക്കെ നിങ്ങൾക്ക് കാണും. അതാണ് നമ്മൾ എടുക്കാൻ പോണ ഫോട്ടോ. അപ്പോൾ അതെങ്ങനെ എടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കിടക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ 1.5K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതൊന്ന് 2K ആക്കി തരാം. 2K ആക്കി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പറയും, അപ്പോൾ 3K ആക്കി തരാം. അതുപോലെ നമുക്ക് ഇങ്ങനെ പതുക്കെ കയറി പോവാം. അപ്പോൾ ഇപ്പോൾ എല്ലാവരും സപ്പോർട്ട് കഴിക്കുക, പിന്നെ വീഡിയോ ഫുള്ള് കാണാൻ നോക്കുക. അപ്പോൾ നമുക്ക് ശരിക്കും നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ എടുക്കാൻ പോണ പിക്കെന്ന് വെച്ചാൽ ഇതാണ്. ഇതൊരു ഫണ്ണി കണ്ടൻ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾ ഒരു പെണ്ണിനെ ഫോട്ടോ എടുക്കുന്നത്, അപ്പുറത്തൊരു സിംഗിൾ വന്നിട്ട് ആ പെണ്ണിനെ മിസൈൽ കൊണ്ട് വെടിവെച്ച് കൊല്ലാണ് കഴിച്ച്. അതാണ് ഇതിൻ്റെ ഒരു കണ്ടന്റ് എന്ന് വെച്ചാൽ ഫണ്ണി കണ്ടന്റ് അല്ലേ. അപ്പോൾ അതെങ്ങനെ എടുക്കാൻ നോക്കാം. അതെടുക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഫോൺ നമ്മുടെ പ്രോ മോഡിലിട്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർഫേസിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒരു ഇത്തിരി ബ്ലറാക്കി ഫോട്ടോ എടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ പിക്ക് നേരെ സ്നാപ്സീഡിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ടൂൾസിൽ ഹീലിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഈ സർഫേസും അവിടെ ഒരു തെങ്ങും വന്നിട്ടുണ്ട്, അതും ഇങ്ങോട്ട് ഹീൽ ചെയ്ത് കളയുക. വെറുതെ ഒന്ന് ബ്രഷ് ചെയ്താൽ മതി, അപ്പോൾ അതിങ്ങോട്ട് മാഞ്ഞ് പൊക്കോളൂ. ഇതുപോലെ ഒരു റെഡ് കളർ വരും. അത് കഴിഞ്ഞാൽ ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ലെൻസ് ബ്ലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പിക്ക് അങ്ങോട്ട് ഫുള്ളായിട്ട് ബ്ലർ ചെയ്യുക. അത് കഴിഞ്ഞാൽ അത് ടിക്ക് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസിൽ പോയിട്ട് സ്ട്രക്ചറും ഷാർപ്പണിങ്ങും ഒന്ന് ഇൻക്രീസ് ചെയ്യുക. കാരണം ഒരു ബൊക്കെ ഒന്ന് ഇത്തിരി കൂടി ഷാർപ്പണായിട്ട് കിട്ടാനാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ഡബിൾ എക്സ്പോഷർ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ പിക്ക് അങ്ങോട്ട് ആഡ് ചെയ്യുക. ഒപ്പാസിറ്റി കൂട്ടിയിട്ട് ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യണ പോലെ വ്യൂവേഴ്സിൽ ഡബിൾ എക്സ്പോഷർ സെലക്ട് ചെയ്തിട്ട് ഒന്ന് ഇൻവേർട്ട് കൊടുക്കുക. ഡബിൾ എക്സ്പോഷർ 0 ആക്കിയിട്ടിട്ട് നമ്മുടെ സർഫേസ് ഒഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങൾ ഫുള്ള് ഇതുപോലെ ഒന്ന് റേസ് ചെയ്യുക. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പിക്ക് നേരെ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പിക്കൊന്ന് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ക്രോപ്പ് ചെയ്യാൻ, വേണ്ടാത്തൊരു ഓപ്ഷണലാണ്. അപ്പോൾ വേണമെങ്കിൽ ചെയ്താൽ മതി. അത് കഴിഞ്ഞാൽ നമ്മുടെ പിക്കൊന്ന് ട്യൂൺ ചെയ്തെടുക്കുക. ട്യൂൺ ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും ടൂൾസിൽ തന്നെ. അതൊന്ന് ചെറുതായിട്ട് എൻ്റെ സാച്ചുറേഷനും എല്ലാം ഒന്ന് കൂട്ടിയിട്ട് കൊടുത്തിട്ട് ടിക്ക് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാപ്സീഡിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ സ്നാപ്സീഡിൽ നിന്ന് നമ്മുടെ പിക്ക് നേരെ എക്സ്പോർട്ട് ചെയ്തിട്ട് നേരെ നമ്മുടെ പിക്സാർട്ടിൽ ആ പിക്ക് തന്നെ ഓപ്പൺ ചെയ്തിട്ട് ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ 2 പിക്കുകൾ അതിലേക്ക് ആഡ് ചെയ്യുക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, കയറി ഒന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പോൾ അതിങ്ങനെ ആഡ് ചെയ്തിട്ട് അവിടെ നമ്മുടെ ബ്ലെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് മൾട്ടിപ്പിൾ അല്ലെങ്കിൽ സ്ക്രീൻ കൊടുക്കുക. മൾട്ടിപ്പിൾ കൊടുത്തതുപോലെ ബ്ലാക്ക് ആയിട്ടാണ് വരിക. സ്ക്രീൻ കൊടുത്തിട്ട് നമ്മുടെ എഫക്ട്സിൽ പോയിട്ട് നമ്മുടെ കളേഴ്സിൽ നെഗറ്റീവ് കൊടുത്താൽ നമ്മുടെ ഈ മനുഷ്യനും ആ പെണ്ണും നമ്മുടെ ഒരു വൈറ്റ് കളറിൽ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ബ്ലാക്ക് കളർ വേണമെങ്കിൽ ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ആപ്റ്റ് എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് ബ്ലെൻഡ് സ്ക്രീൻ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കൊടുക്കുക. അത് കഴിഞ്ഞ് അത് കറക്റ്റ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നേരെ ടിക്ക് കൊടുക്കുക. നമ്മുടെ മിസൈൽ പിടിച്ചിരിക്കണ ആ ഒരു പിക്കിന് ഇത്തിരി വാട്ടർമാർക്കൊക്കെ കയറി വന്നിട്ടുണ്ട്. അതിന് അഡ്ജസ്റ്റിൽ പോയിട്ട് കോൺട്രാസ്റ്റ് ഒന്ന് കൂട്ടിയിട്ടാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാം നമുക്ക് കിട്ടിക്കോളും. അത് കഴിഞ്ഞാൽ നമ്മുടെ പിക്ക് നേരെ സേവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്രോപ്പ് ചെയ്യാം ഇൻസ്റ്റാഗ്രാം സൈസിൽ. എനിക്കവിടെ വേണമെന്ന് തോന്നി, അതുകൊണ്ടാണ്. നേരത്തെ നമ്മൾ ക്രോപ്പ് ചെയ്ത് അത്രയ്ക്ക് ശരിയായില്ല. അപ്പോൾ ഇവിടെയാണ് ഈ കറക്റ്റ് ഇൻസ്റ്റാഗ്രാം സൈസ് എന്ന് പറഞ്ഞ് ഉണ്ടാവും. അപ്പോൾ ചെയ്തിട്ട് നമ്മുടെ പിക്ക് നേരെ സേവ് ചെയ്യാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ലൈറ്റ് റൂമിലിട്ട് ചെറുതായിട്ടൊന്ന് എഡിറ്റ് ചെയ്യാം. നമ്മുടെ പിക്ക് അവസാനം ഇതുപോലെ കിട്ടും. അപ്പോൾ നമ്മൾ അടുത്തെടുക്കാൻ പോണ പിക്ക് എന്ന് വെച്ചാൽ ഇതാണ്. അപ്പോൾ ഇതെങ്ങനെ എടുക്കാൻ നോക്കാം. ഇതെടുക്കാനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ഒരു സൈഡ് ഭാഗം വേണം. അപ്പോൾ നമ്മുടെ ഫോൺ ഇതുപോലെ ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് ആ മരത്തിൻ്റെ അതുമിക്ക് അങ്ങോട്ട് ഫോക്കസ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കുക. ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഫോക്കസ് ആവരുത്, മരത്തുമിക്ക് തന്നെ ഫോക്കസ് ആവണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എടുത്ത ഫോട്ടോ നമ്മുടെ പിക്സാർട്ടല്ല സ്നാപ്സീഡിൽ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ പിക്ക് വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ക്രോപ്പ് ചെയ്യുക. അവിടെ ഇത്തിരി കൂടിപ്പോയി, അതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഹീലിംഗ് ബ്രഷ് എടുക്കുക. നമ്മുടെ മരം കൂടി ഹീൽ ചെയ്ത് കളയുക, ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമ്മുടെ ലെൻസ് ബ്ലറിൽ പോകാൻ നമ്മുടെ പിക്കൊന്ന് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ബ്ലർ ചെയ്യുക. നല്ലോണം ബ്ലർ ആയിക്കോട്ടെ.
അപ്പോൾ ബ്ലറൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽസിൽ പോവുക. ഡീറ്റെയിൽസിൽ പോയിട്ട് സ്ട്രക്ചറും നമ്മൾ ഷാർപ്പനിങ് ഒരു ഇവിടെ 1 2 3 4 വരെയുണ്ട്. അപ്പോൾ ഇത് മൂന്നാമത്തെ വരയോ അല്ലെങ്കിൽ രണ്ടാമത്തെ വരയോ ആ ഒരു വര ഇടുക. അത് കഴിഞ്ഞാൽ ഡബിൾ എക്സ്പോഷർ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഈ പിക്ക് തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഭയങ്കര പാടാണ് ഇതുപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് വെക്കാൻ. ഒത്തിരി കഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ഇത്തിരി കൂടി കറക്റ്റായിട്ട് ഒന്ന് വെക്കാൻ നോക്കുക. വെച്ച് കഴിഞ്ഞാൽ ഒപ്പാസിറ്റി കൂട്ടിയിട്ട് ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യണ പോലെ വ്യൂജസിൽ പോവുക. ഡബിൾ എക്സ്പോസർ സെലക്ട് ചെയ്യുക. നമ്മുടെ ഇൻവേർട്ട് കൊടുക്കുക. ഡബിൾ എക്സ്പോസർ 0 ആക്കിയിട്ടിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ബ്ലർ ചെയ്തിട്ട് ടിക്ക് കൊടുക്കുക. അപ്പോൾ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പിക്ക് വേണമെങ്കിൽ ഒന്ന് ട്യൂൺ ഇമേജിൽ പോയിട്ട് നമ്മുടെ ഇമേജ് ഒന്ന് ട്യൂൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്നാപ്സീഡിലെ പണി കഴിഞ്ഞു. ഇനി നമ്മുടെ പിക്ക് നേരെ പിക്സാർട്ടിൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ആംഗ്രി ബേർഡ്സിനോ അല്ലെങ്കിൽ ആംഗ്രി ബേർഡ്സ് കപ്പിൾസിനോ ആംഗ്രി ബേർഡ്സ് ഇൻ ലവ്ന്നോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യുക. വെറുതെ ആംഗ്രി ബേർഡ്സിന് സെർച്ച് ചെയ്താലും മതി. അപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കുറേ സ്റ്റിക്കർ വരും. എനിക്കിവിടെ ചെറിയൊരു നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണേ. അപ്പോൾ നല്ല നെറ്റ് ഉണ്ടെങ്കിൽ ഇതൊന്ന് ലോഡായി കിട്ടുള്ളൂ. അപ്പോൾ ലോഡായി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഇതുപോലെ കുറേ സ്റ്റിക്കേഴ്സ് വരും. അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ കാണുമ്പോൾ നമ്മുടെ റെഡും വേറെ ഏതാണ്ട് ഒരു ആംഗ്രി ബേർഡും കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കണത്. അപ്പോൾ അത് നമ്മുടെ ഈ പിക്കിലേക്ക് അങ്ങോട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ വരും. അതിൻ്റെ സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്തിട്ട് കറക്റ്റ് കൊണ്ടുപോയി വെക്കുക. ഇവിടെ നമ്മുടെ റെഡിൻ്റെ സൈഡിലായിട്ട് ഇത്തിരി അവർ മറ്റേ സ്റ്റിക്കറാക്കി ഇപ്പോൾ എന്തോ ഒരു പിങ്ക് കളർ കയറി വന്നു. അതൊന്ന് നമ്മുടെ ഇറേസർ ടൂളിൽ പോയിട്ട് ഇറേസർ ടൂളിൽ പോയിട്ട് അതൊന്ന് കറക്റ്റാക്കി കൊടുക്കുക. അവിടെ കാലിൻ്റെ അടുത്തും അവിടെ ഇവിടേക്കായിട്ട് ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കറക്റ്റാക്കിയിട്ട് നമ്മുടെ പിക്ക് നേരെ ടിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഇറേസ് ചെയ്ത് നേരെ ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞാൽ ഇറേസർ വീണ്ടും എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇറേസർ സെലക്ട് ചെയ്തിട്ട് ഒപ്പാസിറ്റിയും ഹാർഡ്നെസ്സും നല്ലോണം കുറച്ചിട്ടിട്ട് അതിൻ്റെ കാലും ഒന്ന് ഇതുപോലെ ചെയ്യുക. അത് കഴിഞ്ഞാൽ ടിക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ഇവിടെ കിട്ടിയിട്ട് അത് കഴിഞ്ഞാൽ അവിടെ ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഇവൻ്റ് സ്റ്റിക്കറും കൂടി അങ്ങോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ പിക്ക് നേരെ സേവ് ചെയ്യാം. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മുടെ ലൈറ്റ് റൂമിലിട്ടൊന്ന് റീടച്ച് ചെയ്തെടുത്താൽ നമ്മുടെ പിക്ക് ഇതുപോലെ കിട്ടും. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് 29% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോകുന്നുണ്ട്. 29% ആകെ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. അതെന്താണെന്നറിയില്ല. അതിൻ്റെ കാര്യം കൂടി താഴത്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ എന്നെ മെൻഷൻ ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മളതൊരു വീഡിയോ ആയിട്ട് നമ്മളിതുപോലെ അവരുടെ നെയിമൊക്കെ ഇതുപോലെ മെൻഷൻ ചെയ്തിട്ട് നമ്മളൊരു വീഡിയോ ആയിട്ട് ഇടും. അപ്പോൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി ഫോളോ ചെയ്യുക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന വഴി ഇറ്റ്സ് മീ കാച്ചി ക്യാമറ സൈനിങ് ഓഫ്. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോകുന്നുണ്ട്. 29% ആകെ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. അതെന്താണെന്ന് അറിയില്ല. അപ്പോൾ അതിൻ്റെ കൂടി കാരണം താഴത്ത് കമൻറ്റിൽ വീഡിയോ ഇടാൻ ചോദിച്ചു. അത് മാത്രമല്ല ഇൻസ്റ്റയിൽ തന്നെ 1K അടിച്ചപ്പോൾ തന്നെ ഇൻസ്റ്റയിൽ കുറേ ആൾക്കാരാണ് ഇൻസ്റ്റാഗ്രാമിൽ